ഞാൻ അമ്പിളി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ ഏകദേശം 36,000 ഹെക്ടർ സ്ഥലത്താണ് രണ്ടാം കൃഷി ആയിട്ടും പുഞ്ച കൃഷിയായിട്ടും നെൽകൃഷി ചെയ്തു വരുന്നത്. ഈ മേഖലയിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള യന്ത്രങ്ങൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ കിട്ടാനില്ല എന്നുള്ളതും, കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് ശരിയായ രീതിയിൽ അതിന് പ്രവർത്തനക്ഷമത ഇല്ല എന്നുള്ളതുമാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി ഈ ഒരു വർഷം, അതായത് 2024 മാർച്ച് മാസത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗങ്ങളിൽ കർഷകരുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തോടുകൂടി യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനും യന്ത്രങ്ങൾ യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനും ആവശ്യമായ ഒരു സേനയെ വിന്യസിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം ഉണ്ടാവുകയും ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ മിഷൻ ഡോക്ടർ യു ജയകുമാരൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സേന കമ്പൈൻ ഹാർവസ്റ്റർ എഫിഷ്യൻസി മോണിറ്ററിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ മൊബൈൽ യൂണിറ്റ് എന്നൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ഈ ഒരു യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മളുടെ പാടങ്ങളിൽ കൊയ്യാൻ വരുന്ന മെഷീനുകളുടെ എഫിഷ്യൻസി യഥാസമയം പാടങ്ങളിൽ വെച്ച് തന്നെ ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. 24-25 പുഞ്ചയിലെ കൊയ്ത്ത് 2025 ഫെബ്രുവരിയിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർത്തപ്പോൾ തന്നെ കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ മെക്കനൈസേഷൻ മിഷൻ്റെ ഈ വർഷം ജയകുമാർ സാറിൻ്റെ തന്നെ ഒരു നിർദ്ദേശപ്രകാരം ഏകീകൃതമായിട്ടുള്ള ഒരു റേറ്റ് വേണം എന്നുള്ള ഒരു നിർദ്ദേശം, യഥാർത്ഥ രീതിയിൽ യന്ത്രത്തിൻ്റെ മുഴുവൻ പ്രവർത്തനക്ഷമതയോടെയും യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള അതിന് വർക്കിംഗ് ആയിട്ടുള്ള ഒരു റേറ്റ്, അതിൻ്റെ വർക്കിംഗ് കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സാർ ഒരു റേറ്റ് പ്രപ്പോസ് ചെയ്യുകയും ആ ഒരു റേറ്റ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എടുത്ത യോഗത്തിൽ കർഷകരുൾപ്പെടെ അംഗീകരിക്കുകയുമാണ് ചെയ്തത്. ഈ വർഷം 2100 എന്നുള്ള ഒരു റേറ്റാണ് ഏകീകൃതമായി ആലപ്പുഴ ജില്ലയിൽ തീരുമാനിച്ചത്. ആലപ്പുഴ ജില്ലയിൽ 609 പാടങ്ങളിലാണ് ഇത്തവണ പുഞ്ച കൃഷി നടന്നത്. ഈ 609 പാടങ്ങളിലെ കൃഷിയെയും അവിടെ നടക്കുന്ന കൊയ്ത്തിനെയും മോണിറ്റർ ചെയ്യുന്നതിന് RRTയുടെ പ്രവർത്തനം വളരെയധികം സഹായകരമായി. ഈ RRTയുടെ നേതൃത്വത്തിൽ 350-ൽ പരം മെഷീനുകൾ നമുക്ക് ഈ വർഷം വന്നതിൽ 254 മെഷീനുകൾ കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ ക്ഷമത പരിശോധിക്കുന്നതിനും മോശമെന്ന് കണ്ട മെഷീനുകൾ മാറ്റി മറ്റ് യന്ത്രങ്ങൾ കൊണ്ടുവന്ന് കൊയ്യുന്നതിനുമുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മിഷൻ്റെ പ്രാധാന്യം വെളിപ്പെടുന്നതാണ്. കമ്പൈൻ ഹാർവസ്റ്ററിൻ്റെ ക്ഷമതയെ സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ചും കൃത്യമായ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് ഈ ഒരു പ്രവർത്തനത്തിലൂടെ സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. കമ്പൈൻ ഹാർവസ്റ്ററിനെ സംബന്ധിച്ചുള്ള പരാതികൾ തുലവും കുറവായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 100ഓളം പരാതികളാണ് കമ്പൈൻ ഹാർവസ്റ്ററുകളുടെ പ്രവർത്തനക്ഷമതയെ സംബന്ധിച്ച് ഈ ഓഫീസ് കൈകാര്യം ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഈ വർഷം അത് വെറും 2 പരാതികൾ മാത്രമായി ഒതുങ്ങി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. 28,000 ഹെക്ടർ സ്ഥലത്ത് നടക്കുന്ന പുഞ്ചകൃഷിയിൽ ഈ വെറും 2 പരാതി മാത്രമുണ്ടായി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അതിൽ പങ്കുവഹിച്ചത് എന്ന് പറയുന്ന ഈ ഒരു ഇത്ര പരാതിരഹിതമായി ഇത്ര നല്ല രീതിയിൽ കൊയ്ത്ത് നടത്തുന്നതിന്, പ്രത്യേകിച്ച് ഇപ്പോൾ 80% കൊയ്ത്ത് തീർന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് KSAMൻ്റെ ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പൈൻ ഹാർവസ്റ്റർ എഫിഷ്യൻസി മോണിറ്ററിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ മൊബൈൽ യൂണിറ്റാണ് എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട്. പരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഓരോ കർഷകരും വരുന്ന യന്ത്രങ്ങളെ കൃഷി ഓഫീസർമാർ രജിസ്റ്റർ ചെയ്യിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ കർഷകർ വിളിച്ചാലും കൃഷി ഉദ്യോഗസ്ഥർ വിളിച്ചാലും ആര് വിളിച്ചാലും കൃത്യമായി വിളിപ്പുറത്തെത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുകയും ക്ഷമത പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ടീമായിരുന്നു. വളരെ നല്ല രീതിയിൽ അവർ പ്രവർത്തിച്ചു എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട്. ആ ടീമിന് എല്ലാവിധ ആശംസകളും. തുടർന്നും എല്ലാ വർഷങ്ങളിലും ഈ ഒരു യൂണിറ്റിൻ്റെ സഹായം ആലപ്പുഴ ജില്ലയിലെ കൊയ്ത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു.